നമ്മുടെ കേരളത്തിന്റെ കാലാവസ്ഥയ്ക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണെന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ഇതാണ് മൂട്ടിപ്പഴം. ഇതുപോലെ നിറയെ കായ്കൾ ഉണ്ടാകുന്ന ഫോറസ്റ്റിനുള്ളിൽ മാത്രം കാണുന്ന ഒരു ഫ്രൂട്ടാണിത്. വലിയൊരു ഫാമാണ്. 400ഓളം മരങ്ങൾ ഇവിടെ തന്നെയുണ്ട്. ഇപ്പൊ കായ്ക്കുന്ന മരമാണെങ്കിൽ ഒരു 80 മരത്തോളം കായ്ക്കുന്ന മരങ്ങൾ തന്നെയുണ്ട്. നമുക്കൊരു കൊല്ലം ഏകദേശം ഒരു 2 ടണ്ണ് 3 ടണ്ണ് അടുത്ത് പഴം നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പൊ സീസണായി വരുന്നേ ഉള്ളൂ. ഇപ്പൊ ഒരു 10-15 ദിവസം കഴിഞ്ഞാലാണ് കറക്റ്റ് പാകാവുന്നത് പഴുപ്പിന്റെ. ഈ പ്രാവശ്യം എങ്ങനെ ഉണ്ടായിരുന്നു വിളവൊക്കെ? നന്നായി ആയി വരുന്നു. അത്യാവശ്യം എല്ലാ മരത്തിലും ഉണ്ട് വിളവെന്നൊക്കെ ഉണ്ട് നേരത്തെ. ഓക്കെ. ഇപ്പൊ ഇത് ശരിക്കും പറഞ്ഞാല് ഇതിന്റെ ഉപയോഗം എന്തൊക്കെയാണ് ശരിക്കും പഴത്തിന്റെ? ഈ പഴം നമുക്ക് പച്ചയ്ക്ക് കഴിക്കുകയും ചെയ്യാം. അല്ലാണ്ട് നമ്മളിപ്പോ പ്രൊഡക്റ്റാണ് കൂടുതലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പിക്കിൾ ചെയ്യുന്നുണ്ട്, സ്ക്വാഷ് ഉണ്ട്, വൈൻ ഉണ്ട്, പിന്നെ ഡ്രൈ ഫ്രൂട്ട് ഉണ്ട്, പിന്നെ ഫ്രൂട്ട് പൗഡർ ഉണ്ട്. പിന്നെ ഒരു പുതിയ പ്രൊഡക്റ്റായിട്ട് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇതിനു വേണ്ടി തന്നെയായിട്ട്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഇങ്ങനെ ഒരു കൺസെപ്റ്റ് കിട്ടിയത് ശരിക്കും? നമുക്കിത് വെസ്റ്റേൺ ഗാർഡ്സിന് മാത്രം കണ്ടുവരുന്ന ഒരു മരമാണ്. ബാക്കിയുള്ള എല്ലാവരും പുറത്തെ മരങ്ങളോടാണ് കൂടുതൽ ആശ്രയിക്കുന്നത്. നമ്മൾ നമ്മുടെ നാട്ടിലത്തെ മരം സംരക്ഷിക്കുക എന്നുള്ള രീതിയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തായിരുന്നു ചെറിയ രീതിയിൽ. പിന്നെ അത് കുറെ ഫ്രൂട്ട്സ് ആയപ്പോഴത്തേനും പ്രൊഡക്റ്റ് എന്നുള്ള രീതിയിലും നമ്മൾ ചെയ്തു തുടങ്ങി. പിന്നെ വേറെ കാര്യം, ഇത് നമുക്ക് മരത്തിന്റെ ഇടയ്ക്ക് ഷെയ്ഡിന് കുഴപ്പമില്ല. അപ്പൊ ഇത് ഷെയ്ഡ് വിഷയമില്ലാത്തൊരു മരമാണ് അല്ലേ? ഷെയ്ഡ് കുഴപ്പമില്ല ഇതിന്. കാരണം നമ്മുടെ താഴെ റബ്ബർ തോട്ടത്തിന് ഇടയ്ക്ക് മൊത്തം നട്ടേക്കുവാണ്. ഇതിനപ്പോൾ പഴം ഏകദേശം ഇപ്പോൾ ഒരു മരത്തിൽ തന്നെ ഉണ്ടാവുകയാണെങ്കിൽ ആവറേജ് 100 കിലോ വരെ ഉണ്ടാവും. 50 കിലോ നന്നായിട്ട് ഉണ്ടാവുകയാണെങ്കിൽ പഴം. പിന്നെ ഷെൽഫ് ലൈഫും അധികമുണ്ട് ബാക്കിയുള്ള പഴത്തിനെ വെച്ച് നോക്കുമ്പോൾ. ഇപ്പോൾ പഴം പറിച്ചു വെച്ച് കഴിഞ്ഞാൽ 1 മാസം വരെ കേടാവാണ്ടിരിക്കുകയും ചെയ്യും പഴം ഫ്രൂട്ട്. ഓക്കെ. അപ്പൊ ഇത് നമ്മൾ നട്ടു കഴിഞ്ഞാൽ ഇത് എങ്ങനെയാണ് ഇതിന്റെ പരിപാലനം, അതുപോലെ തന്നെ ഇത് ഇത്ര നാളെടുക്കും ഇത് പഴം ഉണ്ടാകാൻ? നമ്മുടെ ഇടുക്കിയിലെ ഒരു ക്ലൈമറ്റ് അനുസരിച്ച് ഒരു 4 കൊല്ലം 5 കൊല്ലം എടുക്കും കായ്ക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ബാക്കിയുള്ള ചിലർ 8 കൊല്ലമൊക്കെ എടുക്കുന്നുണ്ട്. ആദ്യത്തെ അത് കെയറിങ് കാര്യങ്ങളും വേണ്ട. കാട്ടുമരം ആയതുകൊണ്ട് ഇതിന് തന്നെ പ്രതിരോധശേഷി കാര്യങ്ങളൊക്കെ ഉണ്ട്. മരം കയറി വന്നോളും. പിന്നെ വേറെ ഗുണം എന്ന് പറഞ്ഞാൽ ഇതിന് ആപ്പിളിനേക്കാളും പ്രോട്ടീൻ കൂടുതൽ, മാങ്ങേനേക്കാളും കാർബോഹൈഡ്രേറ്റ് കൂടുതൽ, നെല്ലിക്കേനേക്കാളും വിറ്റാമിൻ സിയും കൂടിയ ഫ്രൂട്ടാണിത്. ഹെൽത്തിയാണ് ഫ്രൂട്ട്. അപ്പൊ ഇത് കാണാൻ തന്നെ രസമാണ്. പിന്നെ അലങ്കാര മരമായിട്ടും നമുക്ക് നടാം. പിന്നെ അത് കെയറിങ് കൊടുക്കണ്ട മരത്തിന്. ബാക്കിയുള്ള മരം കൊടുക്കുന്നതിന് അവർ ചുമ്മാ നമ്മൾ നോർമലായിട്ട് നട്ടു വെച്ചാൽ മതി. ഷെയ്ഡാണ് ഇതിന് വേണ്ടത് ഈ മരത്തിന്റെ. സാധാരണ അതാണ് ഒരു പ്രശ്നം പലർക്കും ഈ ഫ്രൂട്ട് പ്ലാന്റ് ഒക്കെ നടാനേ. ഷെയ്ഡ് ഉള്ളതുകൊണ്ട് ഇത് വളരില്ല. ഇതിനെ സംബന്ധിച്ചിടത്തോളം ഷെയ്ഡാണ് ഏറ്റവും ഇഷ്ടം ഇതിന്റെ മരത്തിന്. വെരി ഗുഡ്. അപ്പൊ ഇത് പല ആവശ്യങ്ങൾക്ക്, ഇപ്പോൾ അച്ചാറൊക്കെ ഇടുകയാണെങ്കിലും അങ്ങനെയുള്ള പല പല കാര്യങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാം. സ്ക്വാഷ് ആണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മളാണ് ബെസ്റ്റ് ബ്രാൻഡ് ചെയ്ത് പ്രൊഡക്റ്റ് ചെയ്ത് ഇറക്കിക്കുന്നത്. ഇപ്പൊ നമ്മളിപ്പോ ഇത് ഇൻ കേസ് വേറെ ആൾ കൃഷി ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ തന്നെ ഫ്രൂട്ട് കളക്ട് ചെയ്യുന്നുണ്ട് എല്ലായിടത്തും. കാരണം നമുക്ക് പ്രൊഡക്ഷൻ അതുപോലെ ഉണ്ട് ചെയ്ത്. അച്ചാറും അതുപോലുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാവും. വെരി ഗുഡ്. അപ്പൊ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇത് മാർക്കറ്റും ഉണ്ട്. മാർക്കറ്റും ആയി ഇപ്പൊ ഇതിന് ആവശ്യം പോലെ അല്ലേ? മാർക്കറ്റ് ആയി ഏകദേശം. മാർക്കറ്റ് നമ്മളാണ് കൊണ്ടുവന്നത്. ഇങ്ങനെ അവയർനെസ് കൊടുത്ത ആൾക്കാർക്ക് ഇതുകൊണ്ട് ഗുണമുണ്ടെന്നൊക്കെ പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്ത് നമ്മളാണ്. ഇപ്പൊ യൂണിവേഴ്സിറ്റിയും സ്റ്റഡീസ് കുറെ നടക്കുന്നുണ്ട്. ഈ ഫ്രൂട്ടിനെ പറ്റിയിട്ടുള്ള റിസർച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇത് വേറെ രാജ്യങ്ങളിലൊക്കെ ചുരുക്കമായിട്ടുള്ള ഒരു ഫ്രൂട്ട് ആണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ കൂടുതൽ പഠനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. വെസ്റ്റേൺ ഗാർഡ്സിൽ ഈ IUCN ബുക്ക് ഉണ്ട്. ആ ബുക്കിന്റെ അകത്ത് വൾനറബിൾ ആയിട്ട് ലിസ്റ്റ് ചെയ്തപ്പെട്ട ഫ്രൂട്ടാണിത്. 2019 ഈ ഫ്രൂട്ട് എൻഡേഞ്ചർഡ് സ്പീഷീസ് ആയിട്ടായിരുന്നു ഇത്. പിന്നെ നമ്മൾ ഫാം ചെയ്ത പിന്നെയാണ് പരമാവധി തൈ വെച്ചുപിടിപ്പിച്ച് ഇപ്പോൾ വൾനറബിൾ ആയി ഇപ്പൊ ഫ്രൂട്ട്. പണ്ട് ഇത് അന്യം നിന്ന് നോക്കൊണ്ടിരുന്നായിരുന്നു. നമ്മൾ കാരണമാണ് ഇത് പിന്നെ വന്നു തുടങ്ങിയത്. ഇത് ആദ്യമായിട്ട് നമ്മുടെ ഒരു ഫാമാണ് ഈ ഒരു മേഖലയിൽ വന്നത്. നമ്മൾ ഇതിന്റെ മദർ ട്രീക്ക് 50 കൊല്ലം പഴക്കമുണ്ട്. ആ ഒരു ഒറ്റ മരത്തിൽ നിന്നാണ് ബാക്കിയുള്ള എല്ലാ മരങ്ങളും ഉണ്ടാക്കിയെടുത്തത്. ഫാമായിട്ട് കൃഷിയായിട്ട് നമ്മളാണ് ഫസ്റ്റ് ചെയ്തേക്കുന്നത്. ഇത് ശരിക്കും ആദ്യം ഒരു കൺസെപ്റ്റില് നമ്മളിത് എവിടെ നിന്നായിരുന്നു ഇതിന്റെ തൈയൊക്കെ നമുക്ക് കിട്ടിയത് കൊണ്ടുവന്നത്? നമുക്കത് പപ്പയ്ക്ക് കാട്ടിന്ന് തൈ ഗിഫ്റ്റ് ആയിട്ട് കിട്ടുമായത്. അതൊരു നമുക്ക് റേഷൻ കട മുള്ളരിങ്ങാടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് പപ്പയുടെ ചേട്ടൻ പുള്ളിക്ക് ഒരു അവിടുത്തെ ട്രൈബൽ പീപ്പിള് ഗിഫ്റ്റ് ആയിട്ട് തൈ കൊടുത്തു. ആ ഒരു തൈ നട്ട് അതിൽ നിന്ന് നമ്മൾ എടുത്തെടുത്ത് ഉണ്ടാക്കുകയത്. പിന്നെ കാട്ടിലത്തെ അടിയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അതാണ് മൂട്ടിപ്പഴം എന്ന് പേര് പറയാൻ കാരണം. നമ്മള് ഫുള്ള് വരെ മേട് വരെ ഉണ്ട് ഫ്രൂട്ടിന്. സാധാരണ ഇത് കാട്ടിലാണെങ്കിൽ ചെറിയത് പല ഇനം ഉണ്ടെന്ന് പല ഇനം ഉണ്ട് ഇതിന്റെ തന്നെ. ഇപ്പൊ നമുക്കിവിടെ എത്ര ഇനം ഉണ്ട്? നമുക്കിവിടെ ഒരു 3-4 ഇനം ഉണ്ട്. ഇതിന്റെ വലിപ്പം കൂടിയതുണ്ട്, വലിപ്പം കുറഞ്ഞുണ്ട്. അപ്പൊ നമ്മൾ ഓരോ അതനുസരിച്ച് സ്വീറ്റ് മൂട്ടി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ അതിന്റെ പൾപ്പ് ടേസ്റ്റും വ്യത്യാസമുണ്ട്. കുറച്ചും കൂടെ വലിയ പൾപ്പായിരിക്കും ബാക്കിയുള്ള ഫ്രൂട്ടിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേനും. ശരിക്കും ഒരു ഫോറസ്റ്റിന്റെ ഉള്ളിൽ വളരുന്ന മരമായതുകൊണ്ട് ആ ഒരു പ്രതീതിയാണ് നമുക്ക് ഇവിടെ വരുമ്പോഴും അല്ലെ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. കാരണം ചെറിയ സ്പേസ് മതി. 15 അടിയൊക്കെ മതി ഒറ്റ മരത്തിന്. നമുക്ക് നന്നായിട്ട് മരം വെക്കാം. അത് കെയറിങ് കാര്യങ്ങളൊന്നും വേണ്ട. ഇപ്പം പഴം ഉണ്ടായി കഴിയുവാണെങ്കിൽ തന്നെ പറിക്കാൻ നമുക്ക് എളുപ്പമാണ്. ബാക്കിയുള്ള മരത്തിൽ ഫുള്ളായിട്ട് മരത്തിന്റെ ഒരു സൈഡിലായിരിക്കും പറിക്കാനും ബുദ്ധിമുട്ടായിരിക്കും. എളുപ്പമുണ്ട് നമുക്ക്. ഇത് താഴെ ആയതുകൊണ്ട് പിള്ളേർക്ക് വേണേലും പറിക്കാം അല്ലേ? അതെ. ഇഷ്ടംപോലെ തൈകളും ഉണ്ടല്ലോ. അതെ തൈ ഉണ്ട്. തൈ ഒരു 10,000-ഓളം തൈ നമുക്ക് സ്റ്റോക്ക് ഉണ്ട് ഇപ്പോൾ. അപ്പോൾ വലിയ ഫാം തുടങ്ങാനുള്ളവർക്ക് വേണേലും ഹെൽപ്പ് കൊടുക്കാൻ പറ്റും. ഇതൊക്കെ ഈ മരമൊക്കെ എത്ര വർഷം പ്രായമുള്ളതായിരിക്കും? ഇതൊരു 6 വർഷം പ്രായമുള്ള വരാം. ഒരു 5-6 വർഷം കൊണ്ട് തന്നെ ഇതുപോലെ വലുതാവും. ഏകദേശം വലുതാവും. പിന്നെ നമ്മളധികം വളവും കാര്യങ്ങളും ഒന്നും ചെയ്യാറില്ല. എന്നിട്ടാണ് ഇതുപോലെ വരുന്നത് ഫ്രൂട്ട് കാര്യങ്ങൾ.
ആവശ്യമില്ല വെള്ളത്തിന്റെ ഒന്നും അല്ലേ? വളത്തിന് വലിയ ആവശ്യമില്ല. ഇപ്പൊ ജൈവവളം നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പോഴാണ് നമ്മൾ ജൈവവളം ഇട്ട് തുടങ്ങിയത്. കാരണം നമ്മൾ പറമ്പിൽ ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് അധികം കാര്യമായിട്ട് നോക്കിയില്ല. ഇപ്പൊ ഫ്രൂട്ട് ഇത്രയും വന്ന് പ്രൊഡക്റ്റ് ആയതുകൊണ്ട് നമുക്ക് പഴയ ആവശ്യമുണ്ട്. ഇപ്പോഴാണ് നമ്മൾ കൂടുതൽ കെയറിംഗിലേക്ക് വന്ന് തുടങ്ങിയതിനകത്ത്. അങ്ങനെ ഇപ്പൊ എത്ര ഫ്രൂട്ട് ഉണ്ടെങ്കിലും നമുക്കിപ്പോ അച്ചാർ അങ്ങനെയുള്ള പല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും നമുക്ക്. ഇപ്പൊ കാരണം തൊണ്ട് വരെ വേസ്റ്റ് വരുന്നില്ല, അതുവരെ ഉപയോഗിക്കാം. തൊണ്ട് എന്തിനാണ് ഉപയോഗിക്കുന്നത്? തൊണ്ട് നമുക്ക് അച്ചാറിടാൻ, ജ്യൂസ് അടിക്കാം, പിന്നെ സ്ക്വാഷ് ഉണ്ടാക്കാനും എടുക്കാം. ചെറിയ പുളിപ്പുള്ളതുകൊണ്ട് നല്ല കഴിക്കാൻ കുഴപ്പമില്ല നമുക്ക് ഇതിനകത്ത് ചേർന്ന് കഴിയുമ്പോഴത്തേനും. പിന്നെ ഡ്രൈ ഫ്രൂട്ട് ആയിട്ട് ഉപയോഗിക്കാം. ഡ്രൈ ഫ്രൂട്ടിന് നല്ല ഡിമാൻഡ് ഉണ്ട് ഇതിന്റെ. മെഡിസിനൽ ആയിട്ടുള്ളൊരു ഗുണമുണ്ട്. ഇതിന് ആന്റി ഓക്സിഡൻസ് തൊണ്ടിനാണ് ഏറ്റവും കൂടുതലുള്ളത്. റെഡ് കളർ വരുന്നതുകൊണ്ട് ആന്റി ഓക്സിഡൻസ് കൂടുതലുണ്ട്. അതിന് സ്റ്റഡീസ് പോലെ നടക്കുന്നുണ്ട് നമ്മൾ പറയുന്നത്. സാധാരണ എന്തൊക്കെ അസുഖങ്ങൾക്കാണ് പൊതുവെ ഇത് കൂടുതലും ട്രൈബൽ പീപ്പിൾ ആണ് യൂസ് ചെയ്യുന്നത്. അവരുടെ മഴക്കാല പ്രതിരോധശേഷിക്ക് വേണ്ടി ഈ ഫ്രൂട്ടാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അഗസ്ത്യാർ മലയിലുള്ള തുണി എന്ന് പറഞ്ഞ ട്രൈബൽ ഉപയോഗിക്കുന്നുണ്ട്. അതിന്റെ സ്റ്റഡി നടത്തിയിട്ടുണ്ട്. നമുക്ക് ഗൂഗിൾ സെർച്ച് ചെയ്താൽ കാണാം. പിന്നെ കുറിച്യ ട്രൈബില് അവരും അസുഖങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. പനി പ്രതിരോധശേഷി കൂട്ടാൻ വേണ്ടിയിട്ട്, പിന്നെ ഇമ്മ്യൂണിറ്റി കൂട്ടാൻ വേണ്ടി കഴിക്കുന്നുണ്ട്. പിന്നെ വേറെ കൗണ്ട് കൂടുന്നുള്ള ഒരു പഠനം നടക്കുന്നുണ്ട്. പിന്നെ അതല്ലാണ്ട് കൊളസ്ട്രോൾ ലോവർ ചെയ്തതിന്റെ സ്റ്റഡീസ് നടന്നതായിട്ടുള്ളത് ഉണ്ട്. അപ്പൊ ഏതായാലും ഇത് ഒരു വ്യത്യസ്തമായ ഒരു കൃഷിയിലോട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അതെ. ഒരുപാട് പേര് കാണാനൊക്കെ വരാറുണ്ടോ? കുറെ പേര് വരാറുണ്ട് കാണാനായിട്ട്. തൈകൾ വാങ്ങിക്കാനും പിന്നെ ഇതിനെപ്പറ്റി പഠിക്കാൻ വേണ്ടി കുറെ റിസർച്ചേഴ്സ് വരുന്നുണ്ട് നമ്മുടെ ഫാമിലേക്ക്. നമ്മളെല്ലാവരും വെൽക്കം ചെയ്യുന്നുണ്ട് ഇതിനെ പറ്റി. അധികം പ്രായമാകുന്നതിന് മുൻപേ തന്നെ ഇതേപോലെ നിറയെ കായ്കളുണ്ടാകും. ഈ ചെറിയ മരം ഇതൊരു 4-5 വർഷം മാത്രം പഴക്കമുള്ള ഒരു മരമാണ്. അതിലും ഇപ്പൊ നിറയെ കായ്കളുണ്ടായിരിക്കുന്നു. ഇതുപോലെ കായൊക്കെ ഉണ്ടായി കിടക്കുന്നത് കാണാൻ നല്ലൊരു രസമാണ്. പഴത്തിനും അച്ചാറിനൊക്കെ വേണ്ടി ഉപയോഗിക്കുമെങ്കിലും ഇതൊരു അലങ്കാര വൃക്ഷമായിട്ടാണ് കൂടുതൽ പേരും വീടിന്റെ മുറ്റത്തൊക്കെ നടാറുള്ളത്. ഇത് ഇത്ര ചെറിയ തൈയായിട്ടും നിറയെ കായ്കളുണ്ട്. ഒരു 6 കൊല്ലമായ മരമാണ്. അപ്പൊ അത്ര ചെറിയ പ്രായത്തിൽ തന്നെ അത് നിറയെ ചോലയായിട്ട് പോലും അല്ലേ? അതെ. കായകൾ വന്നു കഴിഞ്ഞാൽ അത് പഴുത്തു കഴിയുമ്പോൾ വീണ്ടും നട്ടു കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ടാവും. റംബൂട്ടാന്റെ ഒരു ടേസ്റ്റ് ഒക്കെ ഉണ്ട് ഇതിന്റെ ഉള്ളിലത്തെ. റംബൂട്ടാൻ കുറച്ചും കൂടെ മധുരം കൂടുതലുണ്ട്. ഇതിലത്രയും ഇതില്ല. പക്ഷെ റംബൂട്ടാൻ തൊണ്ട് അധികം ഉപയോഗിക്കുന്നില്ലല്ലോ. നമ്മുടെ തൊണ്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. തൊണ്ട് സാധാരണക്കാർക്ക് അതെങ്ങനെ കഴിക്കാൻ പറ്റുക? ചുമ്മാ കഴുകിയിട്ട് കഴിക്കാൻ പറ്റുമോ? ചുമ്മാ കഴുകിയിട്ട് കഴിക്കാം. നമുക്ക് ജ്യൂസ് അടിക്കാം. പിന്നെ അല്ലെങ്കിൽ അവർക്ക് സ്ക്വാഷ് ഉണ്ടാക്കുക, ജാം ഉണ്ടാക്കുക തൊണ്ട് വെച്ച് തന്നെ. വേറെ എങ്ങനെ അച്ചാർ ഉണ്ടാക്കാൻ നമ്മൾ തന്നെയാണോ അതോ ജോലിക്കാരും എല്ലാം ഉണ്ടോ? നമ്മൾ തന്നെയാണ് ഉണ്ടാക്കുന്നത്. വീട്ടിലെല്ലാവരും കൂടെ ഒരുമിച്ച് കൂടിയിട്ടാണ് ചെയ്യുന്നത്. ഇപ്പൊ നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന പരിപാടിയുള്ളൂ. എല്ലാവരും ഒരുമിച്ച് നിന്ന് ചെയ്യുക. ഓർഡർ ഉണ്ട്, നമുക്ക് അത്യാവശ്യം ഉണ്ട്. പിന്നെ ഓരോ എക്സിബിഷനൊക്കെ നമ്മൾ പോകുന്നുണ്ട് ഗവൺമെന്റിന്റെ തന്നെയായിട്ട്. അപ്പൊ അതിലൊക്കെ നമുക്ക് സെല്ലിങ് നടക്കുന്നുണ്ട്. പിന്നെ ഓൺലൈനിലായിട്ടാണ് കൂടുതൽ നടക്കുന്നത്. ഇപ്പൊ നമ്മുടെ പുതിയൊരു ഔട്ട്ലെറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഒരു 1 മന്തിനുള്ളിൽ വരും അതിന്റെ. വെരി ഗുഡ്. അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെയുള്ള ചെറിയ ബിസിനസ്സിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കാൻ ഈ അന്യം നിന്ന് പോകുന്ന മരങ്ങളെയൊക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലുമൊക്കെ സഹായങ്ങളൊക്കെ കിട്ടുന്നുണ്ടോ? നിലവിൽ അങ്ങനെ സപ്പോർട്ട് കാര്യം കുറവാണ്. പിന്നെ ഇതിന്റെ ആൾക്കാർ ഇതിന് താല്പര്യമുള്ള കുറച്ച് സാറന്മാരുണ്ട്. അവര് വരുമ്പോഴത്തേനും ഇതിനെ സപ്പോർട്ട് ചെയ്യും. അല്ലാണ്ട് പൊതുവേ കുറവാണ്. കാരണം ഇപ്പോഴത്തെ ഗവൺമെന്റ് ആണെങ്കിൽ പുറത്തുള്ള റംബൂട്ടാനും മാംഗോസിനും അങ്ങനത്തെ ഫ്രൂട്ടിനാണ് സബ്സിഡികളും കാര്യങ്ങളും കൊടുക്കുന്നത്. നമ്മുടെ നാട്ടിലുള്ള ഫ്രൂട്ടിനൊന്നും അവരിങ്ങനെ അധികം കൊടുക്കുന്നില്ല ഒരു കാര്യങ്ങളും. അവരാ പുറത്തുള്ള പഴങ്ങളെ പ്രോത്സാഹിപ്പിക്കാനാണ് കൂടുതൽ ചെയ്യുന്നത്. ശരിക്കും കൃഷി വകുപ്പിന്റെ ഒക്കെ ഒരു ഹെൽപ്പ് വേണ്ട ഒരു കാര്യം തന്നെയാണ് അല്ലേ? അതെ അതെ. പിന്നെ നമുക്ക് ഹെൽപ്പ് ചെയ്തിട്ടുള്ള യൂണിവേഴ്സിറ്റിയിലെ ഒരു സയന്റിസ്റ്റ് പ്രൊഫസർ LC മാം ഉണ്ട്. മാം റിട്ടയർഡായി. മാമാണ് നമ്മളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തേക്കുന്നത് ഈ കാര്യത്തിന് വേണ്ടിയിട്ട്. ഈ ഫ്രൂട്ടിങ് ഇത്രയും വളരാനും മാമിന്റെ ഹെൽപ്പാണ് മൊത്തം ചെയ്തേക്കുന്നത്. നിങ്ങളിത് കണ്ടിട്ടുണ്ടായിരുന്നു? ഈ ഫ്രൂട്ട് കണ്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്, പക്ഷെ ആദ്യമായിട്ടാണ് ഇത് ഇങ്ങനെ കാണുന്നത്. എങ്ങനെയുണ്ട് ഇത്? ഇങ്ങനെ ഫോറസ്റ്റിന്റെ ഉള്ളിലൊക്കെ ഉള്ള ഒരു ഫ്രൂട്ടാണ് ഇത്. ശരിക്കും ഞാൻ വീട്ടിലേക്ക് വന്നപ്പോൾ എനിക്ക് തോന്നിയത് ഒരു ഫോറസ്റ്റിലേക്ക് വന്ന ഒരു പ്രതീതി ഉണ്ടായത്. ഒരു വനത്തിലേക്ക് വന്ന പോലെയൊക്കെ നമുക്ക് തോന്നിയത്. പക്ഷേ അത് കഴിഞ്ഞിട്ടാണ് ഇത് മനസ്സിലായത് ഇങ്ങനെയൊരു സംഭവമാണ്. തന്നെയല്ല ഇതുപോലെ റബ്ബർ തോട്ടത്തിനിടയ്ക്കൊക്കെ ഒരു പരീക്ഷണം കൊള്ളാം. കുട്ടികൾക്ക് വരെ പറിക്കാം. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ ഒരു വൈൽഡ് ഫ്രൂട്ട് ആയതുകൊണ്ട് അധികം കെയറൊന്നും വേണ്ട, നമുക്ക് നട്ടാൽ മതി എന്നൊക്കെ പറയുമ്പോൾ ഒരു അത്ഭുതമാണ്. എന്തായാലും അതിനകത്തൊരു ബിസിനസ് കണ്ടുപിടിച്ചാൽ ചെറുപ്പക്കാരനെ എന്തായാലും അഭിനന്ദിച്ചാൽ മതിയാവുള്ളൂ. നല്ലൊരു പ്രയത്നമാണത്. ശരിക്കും ഇതിന് ഈ പറഞ്ഞ പോലെ നമ്മളൊരു ഗവൺമെൻറ് തലത്തിൽ ഇതിന് ശ്രദ്ധ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. ഇത് നമ്മുടെ നാടിൻ്റെ ആവശ്യമായിട്ട് തന്നെ ഇത് പരിഗണിച്ച് ആ രീതിയിലുള്ളൊരു സംവിധാനം ഒരുക്കേണ്ടതുണ്ട്. കൃഷി വകുപ്പ് ശ്രദ്ധിക്കുമെന്ന് പ്രതീക്ഷിക്കാം. അടുത്താണല്ലോ താമസിക്കുന്നത് അല്ലേ? അടുത്താ താമസിക്കുന്നത്. എങ്ങനെയുണ്ട് ഫ്രൂട്ടൊക്കെ ഇടയ്ക്ക് കഴിക്കാറുണ്ടോ? ഫ്രൂട്ട് കഴിക്കാറുണ്ട്. ഇവിടെ അടുത്ത് 1-2 വീടുകളും കൂടെ ഉണ്ട്. അപ്പം അവര് പഴുക്കുമ്പോൾ കൊണ്ടുപോകാൻ പറയും. അങ്ങനെ പറിച്ച് കഴിക്കാറുണ്ട്. ഇഷ്ടപ്പെട്ട ഫ്രൂട്ടാണ്. പഴുക്കുമ്പോൾ നല്ല മധുരമുണ്ട്, അതുകൊണ്ട് ഇഷ്ടമാണ്. പിന്നെ അച്ചാറ് അന്ന് ഒരു ദിവസം ഇവിടെ വന്നപ്പം യൂസ് ചെയ്തായിരുന്നു. നല്ല അച്ചാറുകളാണ്. ഇതിനു മുമ്പ് ഇത് കണ്ടിട്ടുണ്ടോ ഈ ഫ്രൂട്ട് എപ്പോഴേലൊക്കെ? കണ്ടിട്ടുണ്ട്. ഞാൻ 1 വർഷം മുമ്പാണ് ഈ ഫ്രൂട്ട്. ഇല്ല, ഞാൻ ചെറുപ്പത്തിൽ മുള്ളരിങ്ങാട് ആവുകൊണ്ട് മുള്ളരിങ്ങാട് വനത്തിൽ ഈ സാധനം ഉണ്ട്. അതുകൊണ്ട് ഈ ഫ്രൂട്ട്സിനെ പറ്റി എനിക്ക് അത്യാവശ്യം അറിയാമായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ വന്നിട്ട് 10-20 കൊല്ലമായിട്ടും പിന്നെ അങ്ങോട്ടും ഇങ്ങനെ വനത്തിൽ കൂടെ ഒന്നും അങ്ങനെ നമ്മൾ പോകുന്നില്ലാത്ത കാരണം നമ്മൾ ഈ ഫ്രൂട്ട്സിനെ കാണാറില്ലായിരുന്നു. അപ്പം ഇവിടെ ഇങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞ് ഒരു ദിവസം വന്നപ്പോഴാണ് കണ്ടത്.
അപ്പൊ അത് കണ്ടപ്പോൾ നമുക്കൊരു സന്തോഷം. കാരണം സന്തോഷമുണ്ട്. കാരണം ഇത് ഏക്കർ കണക്ക് സ്ഥലത്ത് നിൽക്കുന്നത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുണ്ട്. വനത്തിലെ ഫ്രൂട്ട് ആയതുകൊണ്ട് തന്നെ വനത്തിലുള്ള ജീവികൾ വല്ലതും വരും ഇവിടെ. ഇവിടെ ആമയുടെ ശല്യമാണ് ഏറ്റവും കൂടുതലുള്ളത്. ആമ മരത്തെ കയറി തിന്നും. ഈ പഴത്തിന്റെ അവിടെ പയ്യെ കയറി തുരന്ന് ജസ്റ്റ് ആ കാ മാത്രമേ കഴിക്കുള്ളൂ. തുരന്ന് വട്ടത്തില് കഴിച്ചിട്ടു ആമ. പിന്നെ വേറെ ജീവികൾ ശല്യം അങ്ങനെയില്ല. കാടിനോട് ചേർന്നാണെങ്കിൽ മലയണ്ണാൻ, ആന, ഇതൊക്കെ ഏറ്റവും ഇഷ്ട ഭക്ഷണമാണ് ഇത് മുട്ടിപ്പഴം. അപ്പൊ അതിന്റെ ഒരു ഡോക്യുമെന്ററി ഫോറസ്റ്റുകാർ ചെയ്തിട്ടുണ്ടായിരുന്നു, ദ കളേഴ്സ് ഓഫ് ബക്കോറിയ എന്ന വീഡിയോ. ഈ മുട്ടിപ്പഴത്തെ പറ്റി ഫുള്ള് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ. അപ്പൊ ആനയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫ്രൂട്ടാണ് ആനയ്ക്ക് ആമ, മാൻ കഴിക്കും, കരടി, മലയണ്ണാൻ. ഇതിന്റെ ആ വീഡിയോ, ആ ഡോക്യുമെന്ററിക്കകത്ത് അത് കഴിക്കുന്നതെല്ലാം കാണിക്കുന്നുമുണ്ട് വീഡിയോ. കാട്ടിൽ വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ കാട്ടിലെ മൃഗങ്ങൾക്ക് ഏറെ ഭക്ഷണം ഇത് ഏറ്റവും നല്ല. കാരണം അധികം കെയറിങ്ങും വേണ്ട. കാട്ടിൽ മരമായത് കാരണം നന്നായിട്ട് ഉണ്ടായിക്കോളും ചെയ്യും. ഇത് ജൂൺ ജൂലൈ ആണ്, കർക്കിടകത്തിലാണ് ഉണ്ടാവുന്നത്. ആ ടൈമിൽ വേറെ ഫ്രൂട്ട്സ് ഒന്നും ഇല്ലാത്ത ടൈമാണ്. ആ ടൈമിൽ മൃഗത്തിന് തിന്നാൻ വേണ്ടി നന്നായിട്ട് പറ്റുകയും ചെയ്യും. പ്രത്യേകിച്ചും കെയർ ഒന്നും വേണ്ടാത്ത ട്രീ ആയതുകൊണ്ട് ഒരു തവണ നട്ട് കഴിഞ്ഞാൽ പിന്നെ ഒന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല അല്ലേ? പിന്നെ അത് മാത്രമല്ല, ഇതില് വൾണറബിൾ ആയിട്ട് അതിന് ചുരുക്കം മരങ്ങളേ ഉള്ളൂ. അത് വെക്കുവാണെങ്കിൽ അധികം ഉണ്ടാവുകയും ചെയ്യും നാട്ടിൽ തന്നെ. നമ്മുടെ വീട്ടിലാണെങ്കിലും വീട്ടുമുറ്റത്തും പറമ്പിലൊക്കെ ഒരു 1-2 തൈ നടുവാണെങ്കിൽ എല്ലാവർക്കും തന്നെ അല്ലെ ഒരു നടാം. അതിന് സ്പേസ് വേണ്ടല്ലോ, ഷെയ്ഡും കുഴപ്പമില്ല. ബാക്കി റംബൂട്ടാനൊക്കെയാണ് ഷെയ്ഡും വേണം, കുറച്ച് കഴിയുമ്പോൾ വലുതാവുകയും ചെയ്യും. ഒരു നല്ല 50 അടി അടുത്ത് വേണ്ടി വരും. ഇത് 15 അടി സ്പേസ് മതി നമുക്ക് മരത്തിന്. അത് ഹൈറ്റ് വെച്ച് പോകത്തുമില്ല മരം. അപ്പൊ നമ്മൾ പല തൈകൾ നടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വെറൈറ്റി രൂപം കൊള്ളുവാണ്. ഉണ്ട്. നമ്മൾ വിത്ത് വാങ്ങി പിന്നെ വെറൈറ്റി ഇതിന്റെ അകത്തുനിന്ന് വലിപ്പം കൂടിയതും പല പല വെറൈറ്റി തൈകളുണ്ട്. അത് നമ്മൾ സ്പെഷ്യലായിട്ട് ബഡ് ചെയ്താൽ കൊടുക്കുന്നത്. അത് കുറച്ചും കൂടെ ടേസ്റ്റും വ്യത്യാസമുണ്ട്. കുറച്ചും കൂടെ വലിയ കായും കൂടെ ആയിരിക്കും അത് ബഡ് ചെയ്ത്. അത് ലിമിറ്റ് കുറച്ച് തൈകളേ ഉള്ളൂ. അത് നമ്മളതനുസരിച്ചാണ് കൊടുക്കുന്നത്. അതെ, പെട്ടെന്ന് തന്നെ അത് കായ ഉണ്ടാവുകയും ചെയ്യും അല്ലേ? കായ ഉണ്ടാവണമെങ്കിൽ എല്ലാവരും 4 കൊല്ലം 5 കൊല്ലം എടുക്കും. ഇത് ഞങ്ങൾ കുറെ പരീക്ഷിച്ച് നോക്കി ഇതിന്റെ അകത്ത് പെട്ടെന്ന് കായ്ക്കാൻ വേണ്ടിയിട്ട്. കാരണം നല്ല ഇത് കാട്ടുമരം ആയത് കാരണം അതുപോലെ താമസം എടുക്കുന്നുണ്ട്. പിന്നെ മെയിലും ഫീമെയിലും ഇതിന് വേണം. അതൊരു പ്രശ്നമാണ്. ഒരു 5 മരത്തിന് ഒരു മെയിൽ മരം വേണം. എന്നാലൊരു പോളിനേഷൻ നടന്നിട്ട് കായ ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ ചുമ്മാ ആ പെൺമരം തന്നെ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പൂത്ത് വെക്കും, ഉള്ളിൽ പൾപ്പ് കാണത്തില്ല, തൊണ്ട് മാത്രമായിട്ട് കാണുള്ളൂ. അപ്പൊ അതുകൊണ്ട് വാങ്ങുന്നവരാണെങ്കിൽ ഒരു 4-5 തൈ വാങ്ങിയത് നല്ലത്. അപ്പൊ നമ്മള് ബഡ് ആണെങ്കിൽ നമുക്ക് ആൺമരത്തിന്റെ ബഡും ഉണ്ട്, പെൺമരത്തിന്റെ ബഡും ഉണ്ട്. ഇപ്പൊ ചില വീട്ടുകാരുടെ കയ്യില് ആൺമരം മാത്രം ഉള്ളതുണ്ട് പൂത്ത് വെക്കുന്നത്. അപ്പൊ അവർക്ക് പെൺമരം മാത്രം മതി. അപ്പൊ നമ്മൾ പെൺമരത്തിന്റെ ബഡ് ചെയ്ത് കൊണ്ടുപോയാൽ മതി. അപ്പൊ അല്ലാണ്ട് വേണ്ടെങ്കിൽ ബഡും ഉണ്ട്. പിന്നെ അതും വേണ്ട, നോർമൽ വിത്ത് വാങ്ങി തൈയാണെങ്കിൽ അതൊരു 3-4 സെറ്റായിട്ട് വാങ്ങിക്കുവാണെങ്കിൽ ഇവർക്ക് ഇതുപോലെ നടക്കുന്നത്. ഈ ആൺമരാണെങ്കിലും അത് നിലനിർത്തുക, വെട്ടിക്കളയാതെ അല്ലേ? ആൺമരം ഇപ്പൊ ഉള്ള മരമാണെങ്കിൽ അതിന്റെ കൂടെ ഒരു പെൺമരം മാത്രം വെച്ചാൽ മതി, ബഡ് തൈ വെച്ചാൽ മതി, കായ ഉണ്ടായിക്കോളും. പിന്നെ കുഴപ്പമില്ല. മെയിനായിട്ട് നമ്മൾ ഈ ഒരു മുട്ടിപ്പഴം മാത്രമാണ് ഫോക്കസ് ചെയ്തിട്ടുള്ളത് അല്ലേ? നമ്മൾ മുട്ടിപ്പഴമാണ് ഫോക്കസ് ചെയ്തേക്കുന്നത്. വേറെ എന്തെങ്കിലുമൊക്കെ ഫ്രൂട്ടുകളുണ്ടോ ഇവിടെ? വേറെ മാംഗോസ്റ്റിനുണ്ട്, റംബൂട്ടാനുണ്ട്, പിന്നെ കാട്ടുമരങ്ങളാണ് കൂടുതലുള്ളത്. കുറെ മരങ്ങളുണ്ട്. നമുക്ക് ഫോറസ്റ്റിന്റെ വനമിത്ര അവാർഡൊക്കെ ലഭിച്ചിട്ടുണ്ട് സംരക്ഷിക്കുന്നതുകൊണ്ട്. അത് മാത്രമല്ല നമുക്ക് ഈ ഒരു വെതറും നല്ലതാണ്. ഇപ്പൊ നമ്മുടെ ഈ ഇവിടെ നിൽക്കുന്ന ഈ സ്ഥലത്തല്ലേ? അതിപ്പോ നല്ല ചൂട് സമയത്താണെങ്കിൽ ഇവിടെ ഒരു തണുപ്പുണ്ട് എപ്പോഴും. കാരണം ഇഷ്ടംപോലെ മരങ്ങളുണ്ട് ചുറ്റും കാട് പോലെ ഇരിക്കുന്നത്. അതെ, കണ്ട. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഈ വെള്ളമുള്ള സ്ഥലമാണേലും വെള്ളക്കെട്ട് ഉണ്ടെങ്കിൽ പോലും ഇവിടെ ചെറിയ ഇതുണ്ടെങ്കിൽ വെള്ളക്കെട്ടത്തിൽ ഒരു കുഴപ്പമില്ല, ചെടി വളർന്നു വന്നോളും. ഇത്രയും ഇതുപോലെ വെള്ളം കിടക്കുന്നുണ്ടല്ലേ, എന്നിട്ടും മരത്തിനൊരു കുഴപ്പമില്ല. വെള്ളമുള്ളതാണെങ്കിലും നല്ലത് തന്നെയാണ് അല്ലേ? നല്ലതാണ്. ഇനിയിപ്പോ ഡ്രൈ ആയിട്ടുള്ള ഏരിയ ആണെങ്കിൽ അവിടെയും മരങ്ങൾ നിൽക്കുന്നുണ്ട്. പറയുന്നുണ്ട് മരത്തിൽ നിന്ന് നമുക്കൊരു ആവറേജ് നല്ല കായ്ക്കുന്ന മരമാണെങ്കിൽ 50 തൊട്ട് 100 കിലോ വരെ കിട്ടും ഒരു മരത്തിൽ നിന്ന്, നന്നായിട്ട് പ്രായം അനുസരിച്ച്. അപ്പൊ അത് തന്നെ നല്ലൊരു ഇൻകമായിട്ട് മാറ്റുകയും ചെയ്യാം അല്ലെ? കൂടുതൽ മരമൊക്കെ നടുവാണെങ്കിൽ. ഇൻ കേസ് അവർക്ക് പഴം വിറ്റ് പോയില്ലെങ്കിൽ നമ്മൾ തന്നെ പഴം എടുത്തോളാം, അത് കുഴപ്പമില്ല. ഇനിയിപ്പോ തിരക്കുള്ളവരാണെങ്കിൽ നമ്മൾ പോയി നട്ടു കൊടുക്കാൻ വരെ തയ്യാറാണ്. അധികം കുറച്ച് ഏരിയ ഉണ്ടെങ്കിലാണ് നമ്മൾ നടാൻ പോകുന്നുള്ളൂ. കാരണം ഒരു 10-50 തൈയൊക്കെ ആയിട്ട് ഒക്കെ ആണെങ്കിൽ നമ്മൾ അവിടെ ചെന്ന് നട്ടു കൊടുക്കുന്നതാണ് ഇപ്പൊ അനുസരിച്ച്. അത് സ്പെഷ്യൽ തൈയായിട്ട് നമ്മൾ കൊടുക്കുന്നത്. ബഡ് ചെയ്ത് വെറൈറ്റി തൈ ഉണ്ട്, നമ്മൾ അതായിരിക്കും കൊണ്ട് നടുന്നത് അവിടെ. ഫ്യൂച്ചറിൽ നമുക്ക് ഇതേപോലുള്ള വെറൈറ്റി ഐറ്റംസ് ഒക്കെ നടുവാണെങ്കിൽ അതൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു വെറൈറ്റി ഫ്രൂട്ട്, പുതിയൊരു മാർക്കറ്റ് ഉണ്ടാവുകയാണ് ഈ ഫ്രൂട്ടിന് വേണ്ടി തന്നെയായിട്ട്. ഇഷ്ടംപോലെ പുറത്തുനിന്ന് ഫ്രൂട്ട് നമ്മൾ കൊണ്ടുപോകുന്നുണ്ടല്ലോ. ഇപ്പോൾ പുതിയൊരു ഐറ്റം നമ്മുടെ നാടിന് തന്നെ ഒരു പേരല്ലേ പുതിയൊരു വെറൈറ്റി ഫ്രൂട്ട് എന്ന് പറയുമ്പോഴത്തേനും. പിന്നെ വെസ്റ്റേൺ ഗൾസിലെ മാത്രം കണ്ടുവരുന്ന ഒരു ഫ്രൂട്ടാണിത്. ഇത് 50 കൊല്ലം പഴക്കമുള്ള ഏറ്റവും വലിയ മദർ പ്ലാന്റ് ആണ്. അതെ, പക്ഷെ ഇത് കണ്ടു കഴിഞ്ഞാൽ അത്രയും 50 വർഷം ഒരു പഴക്കം തോന്നുന്നില്ല. ഇതിന് നമുക്ക് ലൈസൻസ് ഒക്കെ ഉള്ള ഒരു ഫാമാക്കി മാറ്റിയോ ഇതല്ലേ? നമ്മുടെ കേരളത്തിൽ തന്നെ ആദ്യത്തെ മൂറ്റപ്പഴം ലൈസൻസ് ഉള്ള നഴ്സറി നമ്മുടെ ഫാമാണ്. റെഡ് ഗ്രോ ഫാം എന്നാണ് പേര്, ഫാമിന്റെ പേര്. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ തീർച്ചയായിട്ടും അപ്പൊ ഇതെല്ലാം കൃഷി ചെയ്യാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ നമ്മൾ സപ്പോർട്ട് കൊടുക്കുന്നുണ്ടോ? അതെ, കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതില്ലാണ്ട് ഇപ്പൊ തൈകള് അധികം വേണമെങ്കിൽ നമ്മൾ എത്തിച്ചു കൊടുക്കുന്നതാണ്. ഇപ്പൊ അല്ലാണ്ട് ഒരു റബ്ബറിന്റെ ഇടയ്ക്ക് കൃഷിയായിട്ട് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ വന്ന് തൈ വെച്ചു കൊടുക്കുന്നതാണ് നമ്മള്.
അത്ര വരെ ഹെൽപ്പ് ചെയ്യും അല്ലേ? നമ്മള് കേരളത്തിൽ എവിടെയാണെങ്കിലും. കേരളത്തിൽ എവിടെയാണെങ്കിൽ ഇപ്പോൾ 1 ഏക്കർ അങ്ങനെ സ്ഥലം ഉണ്ടെങ്കിൽ നല്ല ബൾക്കായിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്പെഷ്യൽ അതിനുവേണ്ടി വെറൈറ്റി തൈ ഉണ്ട് നമ്മുടെ തന്നെ. തൈ വെച്ചു കൊടുക്കാൻ മാത്രമല്ല ഈ പഴം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ആ പഴം എടുക്കുകയും ചെയ്തോളും. അത്രയും ഹെൽപ്പാണ് കൊടുക്കുന്നത്. അപ്പൊ അത്രയും ഇപ്പൊ നമുക്ക് ആവശ്യത്തിന് ഫ്രൂട്ട് ഇല്ല, ഇപ്പൊ ഫ്രൂട്ടില്ല നമുക്ക് കുറവാ. അപ്പൊ നമ്മളത് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഫ്രൂട്ട് നമ്മൾ തന്നെ എടുക്കുന്നതാണ്. കിലോയ്ക്ക് ഇപ്പൊ 100 രൂപ തൊട്ട് 200 വരെ വിലയുണ്ട്. അതിന്റെ ഓരോ സൈസും ക്വാളിറ്റിക്ക് അനുസരിച്ച് നമ്മൾ വില വെച്ചെടുക്കുന്നുണ്ട് പഴം. നമ്മൾ പുറത്ത് കൊടുക്കുന്നില്ല, നമ്മൾ തന്നെ എടുക്കുക. നമ്മൾ ഫ്രൂട്ട് ആണെങ്കിലും നമ്മൾ പുറത്ത് കൊടുക്കും, നമ്മൾ തന്നെ എടുക്കുകയാണ്. ഇപ്പൊ വേറെ അടുത്തുനിന്നുള്ള എല്ലാ ഫ്രൂട്ട് നമ്മൾ തന്നെ കളക്ട് ചെയ്യുന്നത്. ഇത് ചേച്ചിയുടെ ഫോട്ടോ ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് അല്ലേ? അതെ. എത്ര വർഷമായി കാണാം ഏകദേശം? ഈ ഫോട്ടോ എടുത്തിട്ട് 28 വർഷമായിട്ടുണ്ട്. അന്ന് തൊട്ട് മരം ഉണ്ട്. അപ്പൊ കാണിക്കുമ്പോൾ നമ്മൾ പറയുമ്പോഴാണെങ്കിൽ തന്നെ 50 വർഷം പഴക്കം പറയുമ്പോൾ തന്നെ കാണിക്കാനായിട്ട് പല വീടുകളിലും ഇപ്പൊ ഇവിടുന്ന് കൊണ്ടുപോയ തൈകളുണ്ട്. കോട്ടയത്ത് കാച്ചിട്ടുണ്ട്. കേരളത്തിൽ എവിടെ ആയാലും പിടിക്കും, ഒരു വിഷയമില്ല. എല്ലാ ക്ലൈമറ്റിനും പറ്റിയ ഒരു മരം അത്. ഇതിന്റെ ഉപ്പ് വേണം മണ്ണിൽ മാത്രം. ഉപ്പൊന്നല്ല, അല്ലാതെ നമ്മൾ ഡ്രമ്മിൽ വെക്കാതെ കാച്ചുള്ളൂ. കാച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മളൊരു വീട്ടുകാർ വാങ്ങിക്കൊണ്ടേ നട്ടതിന്റെ തൈയാണ് കാണുന്നത് അല്ലേ? 2 ആൺമരായിരുന്നു. ഞങ്ങള് ഇവിടുന്ന് ബഡ് ചെയ്തു. അടിയിലെ ആണും മുകളിൽ പെണ്ണും. പിന്നെ ഈ മരം ഞങ്ങള് ഇതിന്റെ മുകളിൽ നിന്ന് പെണ്ണ് ബഡ് ചെയ്തു. അടിയിലാണ് മുകളിൽ പെണ്ണ്. അങ്ങനെ നട്ടു കഴിഞ്ഞാലും ഉണ്ടാവും അല്ലേ? നമ്മളിപ്പോ ആൺമരം പെൺമരത്ത് ബഡ് ചെയ്ത് ഇതുപോലെ ഉണ്ടാക്കി കിട്ടും. ഇപ്പൊ 2 മരത്തിലും കായുണ്ട്. ഇപ്പൊ മൂട്ടിപ്പഴം എന്ന് പറഞ്ഞാൽ അടിയിലുണ്ടാവുന്നതുകൊണ്ടാണ്. ഇപ്പൊ ഞങ്ങള് ബഡ് ചെയ്തുകൊണ്ട് ഹാഫിന് തൊട്ട് ഹാഫ് ആണും മുകളില് പെണ്ണും ഇങ്ങനെയൊക്കെ. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഈ രീതിയും ചെയ്യാം. നമ്മൾ ബഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ അതനുസരിച്ച് ഇപ്പൊ നമ്മുടെ അപ്പൊ നോർമലി സ്കിന്ന് വെച്ചിട്ട് ബഡ് ചെയ്തല്ലേ? ബഡ് ചെയ്തല്ലേ. അതുകൊണ്ടേ പെട്ടെന്ന് വണ്ണം വെച്ചു. 3 വർഷമായിട്ട്. 3 വർഷം കൊണ്ട് കാച്ചു. 3 വർഷം കൊണ്ട് കാച്ചും. ആദ്യം കുറച്ചായിരുന്നു, 2 വർഷമായിട്ടും കൊള്ളും. ഇതിന്റെ ചോട്ടിൽ ഇത് ഉണ്ടാകാത്തതിന്റെ കാരണം ഇങ്ങനെ ബഡ് ചെയ്ത് അവിടെ മുതൽ ബഡ് ചെയ്തുകൊണ്ടാണ് മുകളിലോട്ട്. അപ്പോൾ വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.